Hello, welcome to Competitive Cracker, and this is me, Atul Tejas Rajan. And here for HSST English. നമുക്കറിയാമല്ലോ HSST ഇംഗ്ലീഷിന്റെ പരീക്ഷ ഇപ്പോൾ 2 മാസത്തിനുള്ളിൽ വരും. നമുക്ക് ഒട്ടും സമയമില്ല പഠിക്കാനായിട്ട്. So just let us take a look at a couple of questions connected to timeline. Okay, here we go. നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസിൽ ടൈം ലൈൻ, ടൈം ഡേറ്റ്സ് അതൊക്കെ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ഗസ് ചെയ്ത് ആൻസർ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, കമ്മിങ് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കുറച്ച് ലെങ്തി ആണ്. Born in the year 1937 in Mussoorie, India, as the daughter of a Bengali father and German mother, educated in India, who lives in the United States of America, a fellow of the Royal Society of Literature and the American Academy of Arts and Letters, confesses that she feels about India as an Indian, whereas she thinks about it as an outsider. Identify this Indian writer in English. നമുക്ക് 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഓപ്ഷൻ എ മഞ്ജുള പത്മനാഭൻ, ഓപ്ഷൻ ബി അനിത ദേശായി, സി ശശി ദേശ്പാണ്ഡെ, ഓപ്ഷൻ ഡി ജുംഫ ലഹീരി. നമുക്കപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. നമുക്ക് 1937 ജനിച്ച ഒരാളാണിത്. നമുക്ക് 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. മഞ്ജുള പത്മനാഭൻ, അനിത ദേശായി, ശശി ദേശ്പാണ്ഡെ, ജുംഫ ലഹീരി. നമുക്ക് ആദ്യം ചെയ്യാവുന്നത് സിലബസിലുള്ള 2 പേര് ആരൊക്കെയാണ്. നമുക്ക് ജുംഫ ലഹീരി ഉണ്ടോ, ശശി ദേശ്പാണ്ഡെ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അവർ 2 പേരും ഇല്ല. ബട്ട് വി ഡു ഹാവ് മഞ്ജുള പത്മനാഭൻ ആൻഡ് അനിത ദേശായി. സോ ദർ ഇസ് വൺ ഇൻഫർമേഷൻ ഹിയർ. ഓപ്ഷൻ എ മഞ്ജുള പത്മനാഭൻ ഏത് വർഷമാണ് ജനിച്ചത്? 1953 She was born in New Delhi. Option B Anita Desai, she was born in 1937 in Mussoorie. Option C Shashi Deshpande, 1938 Dharwad, Karnataka. And last Jhumpa Lahiri, 1967 London. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടി ഒന്ന് തിരിച്ചു പോയാലോ. 1937 മുസൂറി, 37 മുസൂറി, അതായത് മുസൂറിയിൽ ജനിച്ച 1937 ജനിച്ച ഒരാള്. നമുക്ക് 4 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഓപ്ഷൻ എ മഞ്ജുള പത്മനാഭൻ, ഓപ്ഷൻ ബി അനിത ദേശായി, ഓപ്ഷൻ സി ശശി ദേശ്പാണ്ഡെ ആൻഡ് ഓപ്ഷൻ ഡി ജുംഫ ലഹീരി. അപ്പൊ ഇതിൽ തന്നെ നമുക്കിപ്പോ കാണാവുന്നത് അനിത ദേശായി ആണ് ഉത്തരമെന്ന് നമുക്കിപ്പോ ഈ ഒരു ഇതിലൂടെ മനസ്സിലായി. ഇനി നമുക്ക് വേറൊരു ട്രിക്കും കൂടിയുണ്ട്. ഈവൻ ഇഫ് യു ഡോണ്ട് നോ, ഇതിനെ കുറിച്ചൊന്നും അറിയില്ല എങ്കിൽ കൂടി നമുക്കൊരു ഗസ് വർക്ക് നടത്തി ഈ ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമുക്കിപ്പോൾ മഞ്ജുള പത്മനാഭൻ, ശശി ദേശ്പാണ്ഡെ, ജുംഫ ലഹീരി, ഈ ഓപ്ഷൻസിനെ നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാമെന്ന് പറയാം. ജുംഫ ലഹീരി ഓബ്വിയസ്ലി ഈസ് ദി യങ്ങർ ഓഫ് ദ സോർട്ട്. നമുക്കിപ്പോ എക്സാക്ട് വർഷം ഓർമ്മയില്ലെങ്കിലും 1960s ആണെന്നുള്ള ഒരു ഓർമ്മ വേണം. പിന്നെ വരുന്നത് ശശി ദേശ്പാണ്ഡെ, മഞ്ജുള പത്മനാഭൻ ആണെങ്കിൽ കൂടിയും 1953. സോ ഷീ വാസ് ബോൺ ഇൻ ദി 50s, 60s, പിന്നെ നമുക്ക് 30s. ഈ ഒരു നമുക്ക് കാലഘട്ടങ്ങളെ നമുക്കൊന്ന് എക്സാമിൻ ചെയ്യാം. അപ്പോൾ 1930s ആരൊക്കെയാണുള്ളത്? അനിത ദേശായി, ശശി ദേശ്പാണ്ഡെ. ഇവര് 2 പേര് മാത്രമേ ഉള്ളൂ. ശശി ദേശ്പാണ്ഡെ കർണാടകത്തിൽ നിന്നാണ് ജനിച്ചത്. സോ മുസോറി ആയിട്ട് വലിയ കണക്ഷൻ ഒന്നുമില്ല. അപ്പൊ നമുക്ക് വി ക്യാൻ ലോജിക്കലി കം ടു ദ കൺക്ലൂഷൻ ദാറ്റ് അനിത ദേശായി ഇസ് ദി ആൻസർ. ഈവൻ ദോ വി ഡോണ്ട് നോ അബൌട്ട് 1937. നമുക്ക് ഓർക്കാം 1930s ജനിച്ച 2 റൈറ്റേഴ്സ് ആണ് ശശി ദേശ്പാണ്ഡെ, അനിത ദേശായി. മഞ്ജുള പത്മനാഭൻ ആണെങ്കിൽ 50s ജനിച്ചത്, ജുംഫ ലഹീരി 60s. ഓക്കെ, ദിസ് ഇസ് വൺ മെത്തേഡ് ടു കം ടു ഇറ്റ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇവരൊക്കെ ജനിച്ച സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കിക്കൊണ്ട്. ഒരാള് ഡൽഹിയിലാണ്, ഒരാള് മുസൂറി, ധർവാഡ് കർണാടക, ലണ്ടൻ. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഏതൊരു റൈറ്ററിന്റെ പേര് പഠിക്കുമ്പോഴും നമ്മൾ അവർ ജീവിച്ചിരുന്ന കാലഘട്ടം, ഇപ്പൊ മരിച്ചുപോയ ഒരാളാണെങ്കിൽ ജീവിച്ചിരുന്ന കാലഘട്ടം, അല്ലെങ്കിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ജനിച്ച വർഷം മാക്സിമം നമ്മൾ ഓർത്തിരിക്കാൻ നോക്കുക. ഇതൊന്നും നടന്നില്ലെങ്കിലാണ് നമുക്കൊരു എഡ്യൂക്കേറ്റഡ് ഗസ് എടുക്കേണ്ടത്. അതായത് ഡൽഹി, 50s, 60s, 30s ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട്. Okay, we'll move to the next question. When was Emerson's essay Self-Reliance published? ഏത് വർഷമാണ് റാൽഫ് വാൾഡോ എമേഴ്സന്റെ സെൽഫ് റിലയൻസ് എന്ന എസ്സേ പബ്ലിഷ് ചെയ്തത്? നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. 1836 ഉണ്ട്, 37, 41, 54. ഇതിലേക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് നമുക്ക് 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. One is that Emerson, he lived during 1803, 1882. So all these come under his lifetime. വേറെ ഇദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് അതിന് ശേഷമുള്ള വർഷങ്ങളൊന്നും വരുന്നില്ല. സോ ഒബ്വിയസ്ലി ഇത് ഏത് വർഷം വേണമെങ്കിലും ആവാം. അപ്പൊ കറക്റ്റ്. ആൻഡ് ഓൾസോ ഹി വാസ് ദി ഫൗണ്ടർ ഓഫ് ട്രാൻസെൻഡന്റലിസം. ട്രാൻസെൻഡന്റൽ മൂവ്മെന്റിന്റെ ഒക്കെ ഒരു
ഫൗണ്ടർ എന്ന് നമുക്ക് പറയാം. ഇംഗ്ലീഷിൽ റൊമാൻറ്റിസിസത്തിന്റെ ഒരു പാരലൽ ആയിട്ടായിരുന്നു ട്രാൻസെൻഡന്റലിസം ഉണ്ടായിരുന്നത്. സോ നമ്മൾ ആൻസറിലേക്ക് എങ്ങനെ എത്തും? നമുക്കപ്പോ അത് അങ്ങനെ എത്തണമെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എമേഴ്സന്റെ 2 സീരീസ് ഓഫ് ബുക്സ് പബ്ലിഷ് ചെയ്തിരുന്ന വർഷങ്ങൾ ഏതാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ ഒരു വർഷം ഓർത്തിരിക്കുന്നതിനെ കാട്ടിയും കുറച്ചുകൂടി ഉപകാരപ്രദം എന്ന് തോന്നുന്നത് 2 വർഷം ഓർത്തിരിക്കുന്നതായിരിക്കും. വൺ ഇസ് എസ്സേസ് ഫസ്റ്റ് സീരീസ്, എസ്സേസ് സെക്കൻഡ് സീരീസ്. ഫസ്റ്റ് സീരീസ് വന്നത് 1841, സെക്കൻഡ് സീരീസ് വന്നത് 1844. നമുക്കിപ്പോ 1844 ഇവിടെ ഇല്ല, 1841 ഉണ്ട്. അപ്പോ അതിനർത്ഥം ഉത്തരം എന്തായാലും 1841 ആണ്. കാരണം സെൽഫ് റിലയൻസ് വാസ് ആക്ച്വലി എ പാർട്ട് ഓഫ് ഹിസ് ഫസ്റ്റ് സീരീസ്. 1844 ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൺഫ്യൂസിങ് ആയേനെ. ബട്ട് അറ്റ് ദ സെയിം ടൈം വി നോ ദീസ് 2 ഇയേഴ്സ് 41, 44. ഇതില് 44 ഇല്ല, 41 മാത്രമേ ഉള്ളൂ. So we can obviously come to the conclusion that 1841 is the answer. 54 അല്ല, 37 അല്ല, 36 അല്ല. അപ്പൊ പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഫസ്റ്റ് സീരീസിലായിരുന്നു സെൽഫ് റിലയൻസ് പബ്ലിഷ് ചെയ്തത്. നമുക്ക് പഠിക്കാനുള്ളത് സെൽഫ് റിലയൻസ് ആണ്. അപ്പൊ അത് പബ്ലിഷ് ചെയ്തത് 1841 എസ്സേസ് ഫസ്റ്റ് സീരീസ് എന്ന കളക്ഷനിലാണ്. ഓക്കെ, മൂവിങ് ഓൺ. ലാസ്റ്റ് വൺ. നമുക്ക് ഇത് എങ്ങനെ അറേഞ്ച് ചെയ്യാം? അറേഞ്ച്മെന്റ്, ഹൗ ഡസ് അറേഞ്ച്മെന്റ് വർക്ക്? നമുക്ക് ഇതിന്റെ ക്രോണോളജിക്കൽ അറേഞ്ച്മെന്റ് ആണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. നമുക്ക് 4 ഓപ്ഷൻ ആയിട്ട് നമ്പർ സീരീസ് ആണ് ഉള്ളത്. ഈ നോവലുകളുടെയൊക്കെ വർഷം നമുക്ക് ഓർത്തിരിക്കണമെന്നില്ല, കാലഘട്ടം ഏതാണെന്ന് ഓർത്തിരുന്നാലും മതി. ആൻഡ് ടു ഡു ദാറ്റ്, ഫസ്റ്റ് ഓൾഡ് മാൻ ആൻഡ് ദ സീ, മോബി ഡിക്ക്, സ്കാർലെറ്റ് ലെറ്റർ, ബ്ലൂവെസ്റ്റ് ഐ. ഇതെല്ലാം ഏത് സെഞ്ചുറിയിലാണെന്ന് നമുക്ക് നോക്കാം. ഓൾഡ് മാൻ ആൻഡ് ദ സീ ഏർണസ്റ്റ് ഹെമിംഗ്വേയുടെ നോവലാണ്. അതെന്തായാലും 20ാം നൂറ്റാണ്ടിലാണ് വന്നത്. മോബി ഡിക്ക് ആണെങ്കിലോ ഹെർമൻ മെൽവിലിന്റെ 19ാം നൂറ്റാണ്ടിലെ വർക്കാണ്. എക്സാക്ട് ഇയർ നമ്മൾ നോക്കുന്നില്ലേ. സ്കാർലെറ്റ് ലെറ്റർ ആണെങ്കിലോ അതും 19ാം നൂറ്റാണ്ടിലാണ് വന്നത്. അവസാനം ബ്ലൂവെസ്റ്റ് ഐ, അത് പക്ഷേ 19ാം നൂറ്റാണ്ടല്ല, 20ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ എന്തായാലും ഈ 20ാം നൂറ്റാണ്ടിൽ വന്ന 2 നോവലുകൾ എന്തായാലും അവസാനമല്ലേ വരൂ. അപ്പൊ 1ഉം 4ഉം എന്തായിരിക്കും? ലാസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഇത് 1ഉം 4ഉം ലാസ്റ്റ് വരുന്നുണ്ടോ? ഇല്ല. 4 and 3. ഇവിടെ 1ഉം 4ഉം ലാസ്റ്റ് വരുന്നുണ്ടോ? ഇല്ല. 2 and 3. ഇവിടെ 1ഉം 4ഉം വരുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ വരുന്നുണ്ട് 1 and 4. സോ ഈ കോമ്പിനേഷൻ ആയിരിക്കും കറക്റ്റ് ഉത്തരം. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്ക് അധികം നാളുകളില്ല, ഇനി 2 മാസം കൂടിയേ ഉള്ളൂ. നമ്മളിപ്പോൾ HSSTയുടെ ഒരു പുതിയ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ ഒരു ഫ്രീ ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് 8589083568. This is Competitive Cracker. Signing out, Atul Tejas.